നമ്മുടെ ജീവിതത്തിൽ വലിയ തടസ്സങ്ങൾ ഉണ്ടാകുമ്പോൾ അവ അത്ഭുതകരമായി നീങ്ങിപ്പോകാൻ നാം ആഗ്രഹിക്കാറുണ്ട്. എന്നാൽ പലപ്പോഴും ദൈവം ആ തടസ്സങ്ങളെ മാറ്റുന്നതിന് പകരം അവയ്ക്ക് മുകളിലൂടെ നടക്കാനുള്ള കരുത്താണ് നമുക്ക് നൽകുന്നത്. ദൈവവചനം ഇപ്രകാരം പറയുന്നു: യഹോവയെ കാത്തിരിക്കുന്നവരോ ശക്തിയെ പുതുക്കും, അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ച് കയറും, അവർ തളർന്നു പോകാതെ ഓടുകയും ക്ഷീണിക്കാതെ നടക്കുകയും ചെയ്യും. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 40-ാമത്തെ അധ്യായം 31-ാമത്തെ വാക്യം. തടസ്സങ്ങൾ ഇല്ലാതാകുന്നതിനേക്കാൾ വലിയ അത്ഭുതം ആ തടസ്സങ്ങൾക്കിടയിലും തളരാതെ നിൽക്കാൻ നമുക്ക് കഴിയുന്നതാണ്. നമ്മുടെ പ്രാർത്ഥനകൾ എപ്പോഴും ഭാരങ്ങളെ കുറയ്ക്കാനാകരുത്, മറിച്ച് ആ ഭാരങ്ങൾ ചുമക്കാനുള്ള കരുത്തുള്ള തോളുകൾക്ക് വേണ്ടിയാവണം. വിശ്വാസം എന്നത് ഒരു സുരക്ഷിത പാതയല്ല, മറിച്ച് ഏത് ദുർഘടമായ പാതയിലൂടെയും ദൈവത്തോടൊപ്പം സഞ്ചരിക്കാനുള്ള ധൈര്യമാണ്. നമ്മുടെ ജീവിതത്തിലെ ഓരോ പർവ്വതങ്ങളും അല്ലെങ്കിൽ പ്രശ്നങ്ങൾ നമ്മെ പരിശീലിപ്പിക്കാനുള്ളതാണ്. ആ കയറ്റം നമ്മെ കൂടുതൽ ശക്തരാക്കും. എൻ്റെ ഉപദേശം ഇതാണ്: നിങ്ങളുടെ മുൻപിലുള്ള തടസ്സങ്ങൾ കണ്ട് ഭയപ്പെട്ട് നിൽക്കരുത്. പർവ്വതം നീങ്ങുന്നില്ലെങ്കിൽ ഓർക്കുക, അത് കയറാനുള്ള കരുത്ത് ദൈവം നിങ്ങളിൽ നിറയ്ക്കുകയാണ്. ആത്മവിശ്വാസത്തോടെ ചുവടുകൾ വയ്ക്കുക. പർവ്വതത്തിൻ്റെ മുകളിലെത്തുമ്പോൾ താഴെ കണ്ടതിനേക്കാൾ വലിയൊരു കാഴ്ചയും വിജയവും നിങ്ങളെ കാത്തിരിക്കുന്നുണ്ടാകും. ക്രിസ്തുയേശുവിലൂടെ നിത്യതയ്ക്ക് ഉതകുന്ന ഒരു നല്ല ദിവസം ആശംസിക്കുന്നു.